السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകിയ നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിക്കുവാൻ നമുക്കോരോരുത്തർക്കും അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടായിത്തീരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ തുടർച്ചയായ വിഷയാവതരണത്തിൻ്റെ ഭാഗമായി ഖബറടക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിവരണത്തിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സംസാരം എത്തിപ്പെട്ടിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്കായി തയ്യാറാക്കപ്പെട്ട പൊതു മഖ്ബറയിലാണ് മറമാടപ്പെടേണ്ടത്. കാഫിറുകൾക്ക് അവരുടേതായ പ്രത്യേകമായ ഖബറുസ്ഥാനുകളാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ഇതാണ് മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്ന സമ്പ്രദായം. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ചില സ്ഥലങ്ങളിലെല്ലാം ചില ആളുകൾ ചില പ്രത്യേകമായ ന്യായങ്ങളും പുണ്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ അവരവർക്ക് വേണ്ടി ഖബറുകൾ കുഴിച്ചു വെക്കുന്ന ചില സമ്പ്രദായങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, അവരതിന് കാരണം പറയുന്നത് ഞങ്ങൾക്ക് മരണചിന്തയുണ്ടാകുവാനും പരലോകബോധം ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാനും വേണ്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പുരയിടങ്ങളിൽ, അതല്ലെങ്കിൽ അവരവരുടെ സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തന്നെ പ്രത്യേകം വില കൊടുത്തു വാങ്ങി അവിടെ ഖബറൊരുക്കി വെക്കുകയും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഖബറിൽ പോയി കാണുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മരണചിന്തയുണ്ടാക്കുവാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചില മഹാന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ പലപ്പോഴും അവരുടേതായ പ്രത്യേക സ്ഥലങ്ങളിൽ ഖബറുകൾ സ്വന്തമായി നേരത്തെ തന്നെ ഒരുക്കി വെക്കാറുണ്ട്. വാസ്തവത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ നമ്മുടെ മാതൃകാ പുരുഷൻ. അവിടുന്നാണല്ലോ ഈ ലോകത്തിന് പുണ്യം പഠിപ്പിച്ചു തന്ന മഹാനായ വ്യക്തിത്വം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് മനസ്സിലാക്കിയ സഹാബികളും താബിഈങ്ങളുമാണല്ലോ ഇസ്ലാമികമായ പുണ്യകർമ്മങ്ങളിൽ വളരെയേറെ ആവേശം കാണിച്ചിട്ടുള്ള മഹാന്മാർ. അതിലാർക്കും തർക്കമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നേരത്തെ ഖബറൊരുക്കി വെച്ചോളൂ
എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നിങ്ങൾക്കായി കുഴിച്ചു വെക്കപ്പെട്ട ആ കുഴികളെ, ഖബറുകളെ പോയി കണ്ടുകൊണ്ട്, എനിക്ക് കിടക്കാനുള്ള സ്ഥലമാണല്ലോ ഇത് എന്നിടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ട് മരണചിന്തയുണ്ടാക്കിക്കൊള്ളൂ എന്ന ഒരു വാചകം, ഒരു നിർദ്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. സ്വഹാബിമാർക്ക് ആർക്കും അത് പരിചയവുമില്ല. ഒരു സ്വഹാബിയുടെയും ജീവിതത്തിൽ മുൻകൂട്ടി തനിക്ക് വേണ്ടി ഖബറൊരുക്കിയെന്നും എന്നിട്ട് ആ ഖബറിങ്ങനെ ഇടയ്ക്ക് പോയിട്ട് ആ കുഴി സന്ദർശിച്ചുകൊണ്ട് തന്റെ പരലോകബോധത്തെ പുതുക്കിയെന്നും മരണസ്മരണക്ക് പ്രത്യേകമായ തിളക്കമുണ്ടാക്കിയെന്നുമൊന്നും ഒരു സംഭവങ്ങളിലും പ്രിയപ്പെട്ടവരെ കാണുന്നില്ല. വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. അതൊരു പുണ്യകരമായ കാര്യമായിരുന്നുവെങ്കിൽ, അതൊരു പ്രത്യേകതയുള്ള കാര്യമായിരുന്നുവെങ്കിൽ നമ്മേക്കാൾ അതിലേക്ക് മുൻകടക്കേണ്ടിയിരുന്നത് സൽക്കർമ്മങ്ങളുടെയും പുണ്യത്തിന്റെയും അതുപോലെ തന്നെ ഭക്തിയുടെയും ഒക്കെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒന്നാം തലമുറക്കാരായിരുന്നു, സ്വഹാബത്തായിരുന്നു എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ആർക്കും ഉണ്ടാവില്ലല്ലോ. എങ്കിൽ അങ്ങനെ തനിക്കായി നേരത്തെ ഖബറൊരുക്കി വെച്ച് പരലോകബോധമുണ്ടാക്കാൻ വേണ്ടി എന്ന ന്യായം പറയുന്നതിൽ അർത്ഥമില്ല. അത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. മറിച്ച് മരണചിന്തയുണ്ടാകുവാനും പരലോകബോധം നിനക്കുണ്ടാകുവാനും നീ ഇടയ്ക്കിടെ ഖബറുകൾ സന്ദർശിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തനിക്ക് വേണ്ടി മുമ്പേ തയ്യാറാക്കിപ്പെട്ട പ്രത്യേക ഖബറുകൾ എന്ന അർത്ഥത്തിലല്ല അവിടുന്ന് അത് പ്രയോഗിച്ചത് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ധാരണ ആരൊക്കെയോ, മഹാനവറുകൾ അങ്ങനെയായിരുന്നു, മഹാനവറുകൾ ഇങ്ങനെയായിരുന്നു, ഇന്ന ഔലിയപ്പാപ്പ ഇങ്ങനെയായിരുന്നു, ഇന്ന ബീവി ഇങ്ങനെയായിരുന്നു, പണ്ടേ തന്നെ അവർക്ക് വേണ്ടി ഖബറൊരുക്കുകയും ഇടക്കിടക്ക് ആ ഖബറിൽ പോയി കിടക്കുകയും എന്നിട്ട് ഖബറിൽ കിടന്നുകൊണ്ട് ഖത്തം തീർക്കുകയും ഒക്കെ ചെയ്ത മഹാനവറുകളായിരുന്നു നമ്മുടെ ഔലിയപ്പാപ്പ, നമ്മുടെ ബീവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ മദ്ഹ് പറയാറുണ്ട്. ആ മദ്ഹിൽ അർത്ഥമൊന്നുമില്ല. സൽക്കർമ്മമേതെന്ന് പഠിപ്പിച്ച ഒരു തരിമ്പ് പോലും സ്വർഗത്തിലേക്ക് അടുക്കാൻ ആവശ്യമായ ഭക്തിയുടെ എന്തെന്ത് കാര്യങ്ങളുണ്ടോ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമുഖത്ത് നിന്ന് വിട പറഞ്ഞിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണക്കാരെ കരുതിയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് ആ അധ്യാപനങ്ങളിൽ ഒതുങ്ങി നിൽക്കുക എന്നതിനാണ് ശ്രദ്ധ വേണ്ടത്. നാം ഓരോരുത്തരും പുതിയ ന്യായങ്ങളും ഭക്തിയുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പുതിയത് സമുദായത്തിലേക്ക് കൊണ്ടുവരാൻ ഓരോ തലമുറക്കാരും സമുദായങ്ങളുമൊക്കെ തയ്യാറാവുകയാണെങ്കിൽ ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങളുടെയും ഭക്തിദാനമായ കാര്യങ്ങളുടെയും ഒക്കെ പട്ടികയിൽ ഒരു കാലത്തും ആ കോളം ഫിൽ ചെയ്യപ്പെടുകയില്ല. ഖിയാമത്ത് നാൾ വരെ ആളുകൾ ഇങ്ങനെ ദീനുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് അനുവാദമുള്ളതല്ല ഇസ്ലാം. അത് സമ്പൂർണമാണ്, അത് പരിപൂർണമാണ്. ഒന്നും ഇനി ആരും കൂട്ടണ്ട, ഒന്നും അതിൽ നിന്ന് എടുത്തൊഴിവാക്കുവാനും പാടില്ല. അത്രയും സുശക്തമായ കോട്ട പോലെ ഭദ്രമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, ജനാസ ഖബറടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ, ചില സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ജനാസകൾ ഖബറടക്കുന്ന സമയങ്ങൾ ചില പ്രത്യേകം കറാഹത്തായ ചില സമയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അവസരങ്ങളിൽ നമസ്കരിക്കുന്നതും കറാഹത്ത് തന്നെയാണല്ലോ. 3 ഘട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഏതൊക്കെയാണ്? ഹീന തത്ലഉ ശംസു ബാസിഗതൻ ഹത്താ തർതഫിഅ. സൂര്യൻ അത് ഉയർന്നു പൊങ്ങുന്നത് വരെ. നമുക്കറിയാം ഫജ്റിന്റെ ശേഷം സൂര്യോദയം ഉണ്ടായി കഴിഞ്ഞാൽ സൂര്യോദയത്തിന്റെ സമയത്ത്, സൂര്യോദയത്തിന്റെ അടുത്ത സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ നമസ്കാരം വിരോധിക്കപ്പെട്ട നേരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെയോ സൂര്യൻ ഏതാണ്ടൊരു മുഴം ഉയർന്നു പൊങ്ങിയാലാണ് നമസ്കാരത്തിന് അനുവാദമുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ നാം ളുഹാ സമയത്തെ നമസ്കാരം, സൂര്യോദയത്തിന്റെ ഇശ്റാഖിന്റെ സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 6:10 ആണെന്ന്
വിചാരിക്കുക. 6:10 സൂര്യോദയം ഇശ്റാഖിന്റെ സമയമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ 6:10, 11, 12, 13, 14, 20 തന്നെയും നാം സുന്നത്ത് നമസ്കരിക്കാറില്ല, ദുഹാ നമസ്കരിക്കാറില്ല. മറിച്ച് 1 മുഴം സൂര്യൻ പൊങ്ങുന്നത് വരെ ഏതാണ്ട് പണ്ഡിതന്മാരുടെ പ്രത്യേകമായ വിവരണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന്റെ ശേഷമാണ് നമുക്ക് നമസ്കാരം നിർവഹിക്കുവാൻ സാധുതയുള്ളത്, നമുക്കതിന് അംഗീകാരമുള്ളത്. മറ്റേ സമയത്ത് നമസ്കരിക്കൽ വിരോധിക്കപ്പെട്ട നേരമാണ്. സൂര്യാരാധകന്മാരുടെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിനു വേണ്ടി സുജൂദ് ചെയ്യുന്ന സൂര്യാരാധകന്മാരുടെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളോട് താദാത്മ്യം പ്രാപിച്ചു പോയേക്കുമോ എന്ന ഭയം കൊണ്ട് അത്ര പോലും ആദർശത്തിൽ നിന്ന് കടുകള വ്യതിചലിച്ചുകൂടാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം അനുസരിച്ചുകൊണ്ട് നാം ആ നേരത്ത് സുജൂദ് ചെയ്യൽ വിരോധിക്കപ്പെട്ടവരാണ്. ആ സമയത്ത് ഖബറടക്കം നടക്കുന്നതും കറാഹത്താണ്, അനഭിലഷണീയമാണ്, ഒരു വേള അത് പാടില്ലാത്തതാണ് എന്നുപോലും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതാണ് ഒരു സമയം. മറ്റൊന്ന് വഹീന യഖൂമു ഖായിമൽ ലഹീറതി ഹത്താ തമീല ശംസു. ഏതാണ് ആ സമയം? സൂര്യൻ ഇങ്ങനെ മധ്യത്തിൽ നിൽക്കുന്ന നേരം, നട്ടുച്ച നേരത്ത് സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന ആ നേരം, സൂര്യൻ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് നമസ്കാരം നമുക്ക് വിരോധിക്കപ്പെട്ട നേരമാണ്. അതുപോലെ തന്നെ ജനാസ ഖബറടക്കപ്പെടുന്നതും ആ നേരം കഴിയുകയാണെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്. ഹത്താ തമീല ശംസു, സൂര്യൻ അല്പം ചായുന്നത് വരെ, അഥവാ മധ്യത്തിൽ നിന്നൽപ്പം സൂര്യനങ്ങ് തെറ്റുവോളം വെയിറ്റ് ചെയ്യുകയാണ് സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അധ്യാപനത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത് സമയം പറയുന്നത് വഹീന തളയ്യഫ ശംസു ലിൽ ഗുറൂബി ഹത്താ തഗ്റുബ. അതാ സൂര്യൻ ഇങ്ങനെ ഗുറൂബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുറൂബിന് സമയം അധികം ബാക്കിയില്ല, അഥവാ സൂര്യാസ്തമനത്തിന് ഇനി നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ആ നേരത്തും നിസ്കരിച്ചുകൂടാ. ആ നേരത്തും സാധ്യമാണെങ്കിൽ, അനിവാര്യമായ കാരണങ്ങളില്ലെങ്കിൽ ഖബറടക്കവും നടന്നുകൂടാ. ഹത്താ തഗ്റുബ, സൂര്യനങ്ങ് പരിപൂർണമായും അസ്തമിക്കുന്നത് വരെ. ഇങ്ങനെ 3 നേരങ്ങൾ നമസ്കാരത്തിന് അനഭിലഷണീയമായതുപോലെ ഖബറടക്കത്തിനും അനഭിലഷണീയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ നിർബന്ധിതമായ ഒരു സാഹചര്യമാണെങ്കിൽ ഈ സമയങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിർബന്ധിതമായ ഒരു സാഹചര്യമാണ്, ഓരോരുത്തർക്ക് വേണ്ടി ഖബർ ഒരുക്കാൻ സാധ്യമല്ലാത്ത ഒരു ഘട്ടമാണെന്ന് വിചാരിക്കുക. നിങ്ങളറിയില്ലേ, ഇതാ ഇപ്പോൾ ചൈനയിൽ 10-100 കണക്കിന് 1000കണക്കിന് മൃതദേഹങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് മുസ്ലിമീങ്ങൾ ഒരു നിലക്കൊരു പ്രദേശത്ത് ഭൂകമ്പത്തിലൂടെയോ അതല്ലെങ്കിൽ പ്രളയത്തിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുരന്തത്തിലൂടെയോ ഒരു രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ ധാരാളമായി കൊണ്ട് മരിച്ചൊടുങ്ങുന്ന ഒരു ദുരന്തമാണ് ഉണ്ടാകുന്നതെങ്കിൽ റഹ്മത്തുർ-റഹീമീനായ നാഥൻ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാടുകളെയും മുസ്ലിം രാജ്യങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലക്ക് ധാരാളം മയ്യത്തുകളുണ്ട്. ഓരോരുത്തർക്ക് വേണ്ടി ഖബർ ഒരുക്കുക എന്നത് മനുഷ്യ സാധ്യമല്ല. അത്തരം ഘട്ടങ്ങളിൽ എന്താണ് ഇസ്ലാം പറയുന്നത്? വലിയ കുഴി ഉണ്ടാക്കിയിട്ട്, വിശാലമായ നിലക്ക് കുഴി ഉണ്ടാക്കിയിട്ട്, ഒന്നിലധികം ആളുകളെ, എത്രയാണ് ആവശ്യമെങ്കിൽ അത്രയും ആളുകളെ ഒരേ ഖബറിൽ തന്നെ അതിൻ്റെ കൃത്യമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഖബറടക്കാവുന്നതാണ്. ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതിന് ഇനി അതിലെന്താ അപ്പുറം തെളിവേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഉഹദ് യുദ്ധത്തിൽ നമ്മുടെ മഹാന്മാരായ സഹാബിമാർ ഒട്ടേറെ സഹാബിമാര് ഷഹീദുകളായ ഏറ്റവും വേദനാജനകമായ യുദ്ധാന്തരീക്ഷമായിരുന്നല്ലോ ഉഹദ് യുദ്ധത്തിന്റെ പോർക്കളം. ആ പോർക്കളത്തിൽ 10-70ഓളം ഉഹദീങ്ങൾ ഷഹീദായി വീണ് കിടക്കുകയാണ്. ധാരാളം ഷഹീദായ സഹാബിമാർക്ക് പുറമേ ജീവിച്ചിരിക്കുന്ന ഒട്ടേറെ സഹാബിമാരുടെ
കൈകൾക്ക് പരിക്കുണ്ട്, കാലുകൾക്ക് പരിക്കുണ്ട്. അവരുടെ ശരീരങ്ങളിൽ, പലരുടെയും ശരീരങ്ങളിൽ ചോര വാർന്നൊലിക്കുകയാണ്. ആ ഘട്ടത്തിൽ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വളരെ സങ്കടത്തോടുകൂടെ ചെന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഓരോരുത്തർക്കും വേണ്ടി ഖബർ ഒരുക്കാമായിരുന്നു, പക്ഷേ എല്ലാവരുടെയും കൈകളിൽ മുറിവാണ്, പിക്കാസ് എടുത്ത് കൊത്താൻ വയ്യ, കൈക്കോട്ടെടുത്ത് കുഴിക്കാൻ നിവൃത്തിയില്ല, എങ്ങനെയാണ് ഓരോരുത്തർക്ക് ഖബർ ഒരുക്കുക? പ്രയാസമാണല്ലോ പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫിറു, നിങ്ങൾ ഖബർ കുഴിക്കൂ, ഔസിഉ, വിശാലമായി കുഴിച്ചോളൂ, അഅ്മിഖു, ആഴത്തിൽ കുഴിച്ചോളൂ. അങ്ങനെ എല്ലാ നിലക്കും ഭദ്രമായ നിലക്ക് കുഴികൾ എടുത്തുകൊണ്ട്, വിശാലമായ കുഴികൾ തീർത്തുകൊണ്ട് അതാ മഹാന്മാരായ സഹാബിമാരെ ഓരോരുത്തരെ എത്രയാണെങ്കിൽ 1, 2, 3 ഒക്കെ ആളുകളെ ഒരേ ഖബറിൽ തന്നെ ഖബറടക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഖബർ ഒരുക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാധ്യമാണെങ്കിൽ ആരുടെയാണ് മയ്യത്തെന്ന് അറിയുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ അല്ലാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളുകളെ ആദ്യം വെക്കുക. അല്ലാഹുവിന്റെ ഖുർആനിനോടുള്ള മഹത്വമാണത്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിച്ചവനുള്ള പ്രാധാന്യമാണത്. ഖുർആനുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള യാത്രയുടെ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോക ഭവനത്തിലേക്കുള്ള യാത്രക്കിടയിൽ ആദ്യമായി മനുഷ്യന് ചെന്നിറങ്ങാനുള്ള വീടാണല്ലോ ഖബർ. ആ ഖബറിൽ കണ്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖുർആൻ ഏറ്റവും നന്നായി വിവരമുള്ളയാളുടെ മയ്യത്ത് ആദ്യം കടത്തി വെക്കൂ എന്നാണ്. നോക്കൂ, നമുക്കും ഖുർആനുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന് ചിന്തിക്കണം. ഖബറിൽ അതാ സ്ഥാനം ഖുർആൻ പഠിച്ച വ്യക്തിക്കാണെന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്ന മഹാന്മാരായിരിക്കും ഖുർആനുമായി ബന്ധമുള്ളവരെന്ന് എന്റെ ശ്രോതാക്കളും ഞാനുമൊക്കെ അറിയണം, മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? കേട്ടൊരു ചെവിയിലൂടെ തള്ളിക്കളയാനല്ല. എനിക്ക് ഖബറിൽ ശാന്തി നൽകുന്നത്, എനിക്ക് പരലോകത്ത് ശാന്തി നൽകുന്നത് എന്റെ മാർഗദർശനത്തിന്റെ ഗ്രന്ഥമായ ഈ മഹത്തായ ഖുർആൻ മുഖേനയാണെന്ന് ഞാൻ അറിയണം, നിങ്ങളറിയണം, നമ്മുടെ മക്കളറിയണം, നമ്മുടെ ബന്ധുക്കൾ അറിയണം. അവരത് പഠിക്കാൻ തയ്യാറാവണം, അതുമായി ബന്ധപ്പെടാൻ തയ്യാറാവണം. അതിനെ വരിഞ്ഞു കെട്ടിമുറുക്കി ഷോക്കേസിൽ വെച്ചുകൊണ്ട് തോന്നിവാസം വീടുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളായി തീരരുത്. അതിൽ പറയുന്ന ആശയങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളായി പോകരുത്. അതിൽ പറയുന്ന ആദർശങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചും ചരിച്ചും ചാച്ചും വെച്ചു കൊടുക്കുന്ന ആദർശത്തിൽ മായം ചേർക്കുന്ന ആളുകളായി പോകരുത്. ദൃഢമായ ബോധത്തോടെ റബ്ബിന്റെ ഈ കലാമിനെ ബഹുമാനിച്ചാലേ എന്റെ ഖബറിൽ ശാന്തിയുള്ളൂ, എന്റെ പരലോകത്ത് ശാന്തിയുള്ളൂ എന്ന ബോധവൽക്കരണത്തിനാണ് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഈ കാര്യം ഇപ്പോൾ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ ഒരു ഖബറിൽ തന്നെ ഒന്നിലേറെ ആളുകളെ മറവ് ചെയ്യാമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു സാഹചര്യം മുസ്ലിം ലോകത്ത് സംജാതമാവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃതദേഹങ്ങൾ കിട്ടുന്ന, ജനാസകൾ കിട്ടുന്ന ഘട്ടങ്ങളിൽ ഒന്നിച്ചവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ച് ഒന്നിച്ച് എത്രയാണ് വെക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ഖബറിടങ്ങൾ ഒരുക്കിയിട്ട് കഴിയുന്നത്ര എത്രയാണെങ്കിൽ കിളച്ച് ഖബറുണ്ടാക്കിയിട്ട് അതിൽ മറമാടുന്നതിന് വിരോധമില്ല. അങ്ങനെ മറമാടുമ്പോൾ ഇസ്ലാമികമായി അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനം കിട്ടാവുന്ന ആളുകൾ ആരാണോ നമ്മുടെ കണ്ണിൽ അവർക്ക് മുൻഗണന ആദ്യം നൽകിക്കൊണ്ടായിരിക്കണം, ആദ്യം അവരുടെ ജനാസകൾ ഖബറിലേക്ക് വെച്ചുകൊണ്ടായിരിക്കണം എന്നത് ആ വിഷയത്തിലെ ഒരു പ്രത്യേകമായ സുന്നത്താണ് എന്നുകൂടി വഹദിന്റെ രണാങ്കണത്തിലെ ഈ ഖബറടക്ക സംഭവത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ആരാണ് ഖബറിൽ താഴ്ത്തേണ്ടത്? ഖബറിൽ ജനാസ ആരാണ് വെക്കേണ്ടത്? ഉത്തരവാദപ്പെട്ട ആളുകൾ ആരെങ്കിലും മയ്യത്തിന്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മയ്യത്തേറ്റെടുത്തുകൊണ്ട് ഖബറിൽ വെക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ഖബർ കുഴിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണെങ്കിൽ അവരാണത് നടത്താറുള്ളത്. തെറ്റായ സംഗതിയല്ല, പക്ഷേ
മയ്യത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് നല്ലത്. പല ഖബർ കുഴിക്കുന്ന ആളുകളും പലപ്പോഴും ദീനീ ബോധമുള്ളവരായിക്കൊള്ളണം എന്നില്ല. അവർക്കതൊരു തൊഴിലായിരിക്കും. അതിനേക്കാളപ്പുറം ബന്ധമുട്ട ആളുകൾ ആരെങ്കിലും ആ നിലക്ക് ഖബറിൽ ഇറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ, ഖബറിൽ ഇറങ്ങാൻ മാനസികമായ ബലമുണ്ടെങ്കിൽ, ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ ഉത്തമം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഖബറിൽ ജനാസ വെക്കുമ്പോൾ ഖിബിലക്കഭിമുഖമായി മുഖം തിരിച്ചു വെച്ച് വലതുഭാഗത്തേക്ക് ചരിച്ചുകൊണ്ട് മയ്യിത്ത് കിടത്തണം. മുഖം ഖബറിന്റെ ഭിത്തിയോട് മുട്ടിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. ആ നിലക്കതാ ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെ നമ്മളതാ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും ഒരു ഉപദേശം പറഞ്ഞു. എന്താണ് ആ ഉപദേശം? നീ നിന്റെ കിടപ്പറയിലെത്തുമ്പോൾ, കിടപ്പറയിലേക്ക് നീ ഉറങ്ങാൻ പോകുന്ന നേരത്ത് നീ നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുക. നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ സമ്പൂർണമായ നിലക്ക് വുദൂ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ ബെഡിൽ പോയിട്ട് അതാ വലത്തെ കവിളിലേക്ക്, അതാ വലത്തെ കൈപ്പത്തിയിലേക്ക് വലത് കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് വലതു ഭാഗം ഖിബിലയുടെ ഭാഗത്തേക്കാക്കിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നുകൊണ്ടല്ലേ ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ആ നിലക്ക്, അതിനനുസ്മരിപ്പിക്കുന്ന നിലക്ക്, അത് നമ്മുടെ മനസ്സിലേക്ക് അതാ ഖബറിൽ പോയിട്ടുള്ള ഒരു കിടത്തം, എനിക്ക് അവസാനം പോയി കിടക്കാനുള്ള ഒരു കിടത്തം, ആ നിലക്ക് തൻ്റെ മുഖം ഖിബിലയിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ടുള്ള ആ നിലക്ക് ഖിബിലയോടടുപ്പിച്ച് ഖിബിലയിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് മയ്യത്ത് കിടത്തുന്നു. അങ്ങനെ കിടത്തിക്കഴിഞ്ഞതിൻ്റെ ശേഷം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആരാണ് ഈ ജനാസ വെക്കേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ? പുരുഷന്മാർ തന്നെയാണ് ആ കാര്യം ഏറ്റെടുക്കേണ്ടത്. ഒരു സ്ഥലത്തും മുസ്ലിം ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ഒരു സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ജനാസ ഖബറിൽ വെക്കാൻ ആണുങ്ങൾ ഉണ്ടായിട്ട്, ആണുങ്ങളല്ലാതെ സ്ത്രീകൾ ജനാസക്ക് വേണ്ടി ഖബറിൽ ഇറങ്ങിയിട്ട് മറമാടുന്ന ഒരു സമ്പ്രദായം ഇല്ല. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പല ന്യായീകരണങ്ങൾ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുടെയും അധ്യാപനം അതാണ്. രണ്ടാമത്തെ ന്യായം, പുരുഷന്മാർക്കാണല്ലോ സ്ത്രീകളുമായി ആപേക്ഷികമായി നോക്കുമ്പോൾ ശക്തിയും പവറും കൂടുതലുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ മാനസികമായ കരുത്തുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ മാനസികമായ ബലമുള്ളത് പുരുഷന്മാർക്കാണല്ലോ. മാത്രമല്ല, സ്ത്രീകൾ ഈ കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ നഗ്നത വെളിവാകാൻ, കാരണം ജനാസ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ വസ്ത്രം ശരീരത്തിൽ നിന്ന് നീങ്ങുകയും ആ രൂപത്തിലുള്ള നഗ്നത വെളിവാകുവാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരെ ഈ ജോലിക്ക്, അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ചിട്ടില്ല. ആ നിലക്കുള്ള ഒരു അംഗീകാരവും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഭർത്താവിന് തന്നെയും ഈ കാര്യം ചെയ്തുകൂടെ? ഭർത്താവിന് തന്നെയും ഈ കാര്യം ചെയ്യാം. ഭർത്താവിന് തൻ്റെ ഭാര്യയെ ഖബറിൽ വെക്കാം. അതുപോലെ തന്നെ ആരുമില്ല, അന്യപുരുഷനാണെങ്കിൽ അന്യപുരുഷനും ഏറ്റെടുക്കാം. ആർക്കും ഈ കാര്യം നിർവഹിക്കാം. ഏറ്റവും ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഉത്തമമാണെന്നേയുള്ളൂ. എന്നാൽ പുരുഷന്മാര് ആരാവട്ടെ ഖബറിലേക്ക് തൻ്റെ ഭാര്യയുടെ, അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജനാസ ഖബറിലേക്ക് താഴ്ത്തുകയാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഷഹിദിനാ ബിൻതൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ورسول الله صلى الله عليه وسلم جالس على القبر قال فرأيت عينيه تدمعان قال فقال هل منكم رجل لم يقارف الليلة فقال أبو طلحة أنا قال فانزل قال فنزل في قبرها. ഇമാം ബുഖാരി അതുപോലെ തന്നെ ധാരാളം മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. എന്താണ് ഇതിൻ്റെ ആശയം? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഷഹിദിനാ ബിൻതൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങളൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആദ്യം റസൂലുള്ളാഹി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് റുഖിയ്യ റളിയല്ലാഹു അൻഹയെയാണ്. റുഖിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തത് ആരെയായിരുന്നു? ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അങ്ങനെ റുഖിയ്യ ബീവിയുടെ മരണശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായ ആ ജനാസയിൽ ഞങ്ങൾ പങ്കെടുത്തു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആ ജനാസയിൽ ഞങ്ങൾ പങ്കെടുത്തപ്പോൾ അതാ ബാപ്പയായ അല്ലാഹുവിൻ്റെ റസൂല് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ അലൽ ഖബർ, അല്ലാഹുവിൻ്റെ റസൂൽ അതാ മകളെ ഖബറടക്കുന്ന ഖബറിന്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. ഖാല, എന്നിട്ട് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫറഅയ്തു ഐനൈഹി തദ്മആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിലേക്ക് മഹ്ദിയുടെ ജനാസ ഇങ്ങോട്ട് എടുത്തു വെക്കേണ്ട നേരമായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട്. അവിടുന്ന് ചോദിച്ചു സഹാബിമാരോട്, ഹൽ മിൻകും റജുലുൻ ലം യുഖാരി ഫിൽ ലൈല, ഹൽ മിൻകും റജുലുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? റജുലുൻ, ഒരാൾ, എങ്ങനെയുള്ളവൻ? ലം യുഖാരി ഫിൽ ലൈല, ഇന്നലത്തെ രാത്രിയിൽ സ്വന്തം ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഹബീബിന്റെ ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യമാണ്. ഇന്നലത്തെ രാത്രിയിൽ തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഖബറിന്റെ ചുറ്റും നിൽക്കുന്ന സഹാബിമാരോടാണ് ചോദ്യം. ആ സമയത്ത് ആരും ഒന്നും മിണ്ടുന്നില്ല. ആ ഘട്ടത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എങ്കിൽ ഫൻസിൽ, നീ ഇറങ്ങൂ ഖബറിലേക്ക്. അങ്ങനെ ഫനസല ഫീ ഖബരിഹാ, ഉമ്മു കുൽസൂം ബീവിയെ മറമാടാനുള്ള ഖബറിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങുന്നു. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയെ ഏറ്റുവാങ്ങി ഖബറിലേക്ക് വെക്കുന്നു. ഇത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ, എന്താണ് പണ്ഡിതന്മാർ പറയുന്നത്? ഇവിടെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഒരു സ്ത്രീയെ ഖബറടക്കുമ്പോൾ, ഒരു സ്ത്രീയുടെ ജനാസയാണ് ഖബറിൽ വെക്കുന്നതെങ്കിൽ മഹ്റമായ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളാണ് ഖബറിലേക്ക് വെക്കേണ്ടത്, അല്ലാത്തവർക്ക് പറ്റില്ലെന്ന് ചില ആളുകൾ പറയാറുണ്ട്. വാസ്തവം നേരെ മറിച്ചാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ടല്ലോ, ഭർത്താവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായ ചോദ്യമാണ്, ഇന്നലത്തെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അനയാ റസൂലല്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞപ്പോ, എങ്കിൽ നീ ഖബറിലേക്ക് ഇറങ്ങൂ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് ഇറങ്ങുന്നു. അതാ ഖബറടക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാമെന്ന് പണ്ഡിത ലോകം പല ചർച്ചകളും വിശദീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതാ അവർ പറയുന്നത്, ഒരു സ്ത്രീയുടെ ജനാസ ഖബറിലേക്ക് വെക്കുന്ന നേരത്ത്, ആ ജനാസ തൻ്റെ കൈകൊണ്ടെടുക്കുന്ന നേരത്ത്, തൊട്ട് തലേ രാത്രിയിൽ തൻ്റെ ഇണയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതാ ആ ഓർമ്മകളുടെ ഏതെങ്കിലും ഒരു ആനന്ദം അയാളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടല്ലോ, ശൈത്താൻ അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ മാറി നിൽക്കട്ടെ, അല്ലാത്ത ആളുകളാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതെന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതൊന്നും പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ആളുകൾ ചോദിക്കാറും അറിയാറൊന്നുമില്ല.
അങ്ങനെ ആകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം അതിലില്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിക്കില്ല. അവിടുന്ന് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, അവിടുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആലിമാണ്, അവിടുന്ന് ഈ ലോകത്തിന് ഏറ്റവും വലിയ മഹാനാണ്, മഹത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അതിലെന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകാം. ഒരുപക്ഷേ നമുക്ക് അറിഞ്ഞേക്കാം, ഒരുപക്ഷെ അറിഞ്ഞില്ലായിരിക്കാം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ഇത്തിബാഅ് അത് വളരെ ആവശ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതേ കാര്യം തന്നെ ഇതിന്റെ മുമ്പേ മരണപ്പെട്ട റുഖിയ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറടക്കുന്ന നേരത്തും ഹബീബ് അന്വേഷിച്ചിട്ടുണ്ട്, അവിടുന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നും അതിനുത്തരം പറഞ്ഞ മറ്റൊരു സഹാബിയെയാണ് ഖബറിലേക്ക് ഇറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുത്തത് എന്ന് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ്, മൂന്നാമത്തെ ഖലീഫയാണ്. സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ മൂന്നാമത്തെ വ്യക്തിത്വമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ടത്തിന്റെ തെളിവാണ് സ്വന്തം പെൺമക്കളിൽ അതാ ആദ്യത്തവളായ റുഖയ്യ റളിയല്ലാഹു തആല അൻഹയെ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അല്ലേ, റുഖയ്യ ബീവി വഫാത്തായി. സ്വാഭാവികമായും പിന്നൊരു ബാപ്പ തയ്യാറാകുമോ? സ്വാഭാവികമായും നമ്മുടെയൊക്കെ ചില അന്ധവിശ്വാസങ്ങളൊന്ന് നോക്കൂ. ഒരു മകളെ കെട്ടിച്ചു കൊടുത്തു, അവന്റെ അടുത്തെത്തിയപ്പോഴേക്ക് അത് വഫാത്തായി, അത് മരിച്ചു, ഈ പുതിയാപ്പള ബർക്കത്തില്ല എന്നും പറയില്ലേ നമ്മൾ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ നേതാവാണ്, ഖദറിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ നായകനാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല മാ ശാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. എല്ലാം തീരുമാനിക്കുന്നത് റബ്ബാണ്. അല്ലാഹുവിന്റെ ഖദർ കഴിഞ്ഞു പോയിട്ടുണ്ട്, സംഭവിക്കേണ്ടത് സംഭവിക്കും. ആ ഖദറിൽ ഉറച്ചു വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ബന്ധുക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അപകടമുണ്ടായാൽ അതിനെ ദുശ്ശകുനത്തിന്റെ മേഖലകളിലേക്ക് തള്ളിമാറ്റാൻ ഇബ്ലീസ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ കളിക്കാറുള്ളത് ഈ ഖദറിലുള്ള ഈമാനിന്റെ കുറവ് കൊണ്ടാണെന്ന് സാന്ദർഭികമായിട്ട് എന്നെയും നിങ്ങളെയും ഒക്കെ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മകൾ മരിച്ചില്ലേ ആ വീട്ടിൽ പോയതിന്റെ ശേഷം എന്ന് ചിന്തിച്ചില്ല. അവിടുന്ന് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെയും എനിക്ക് തന്നെ പുതിയ പിളയായി വേണം എന്നാണല്ലോ ചിന്തിച്ചത്. അതാ ഇനി ബാക്കിയുള്ളത് ഉമ്മു കുൽസൂമാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയാണ്. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ മഹദിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? മകളോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്, മകൾക്ക് സന്തോഷമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതാ ഉമ്മു കുൽസൂം ബീവിയെ വിവാഹം കഴിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കണം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചരിത്രത്തിൽ ഒരു ഓമന പേരുണ്ട്, ദുന്നൂറൈൻ. ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ എന്നാണ് മഹാനവറുകൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഏതാണ് ആ രണ്ട് നൂറുകൾ? ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രണ്ട് മണിമുത്തുകൾ, ഒന്ന് റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ, മറ്റൊന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ. ആ രണ്ട് മഹതിമാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ആ രണ്ട് മക്കളെയും വേൾക്കാൻ അവസരം ലഭിച്ച മഹാനവറുകൾ എന്ന നിലക്ക് ദുന്നൂറൈൻ എന്ന മഹത്തായ സ്ഥാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തിയപ്പോൾ അതാ കുറെ കാലങ്ങൾക്ക് ശേഷം, ഏതാനും വർഷങ്ങൾക്ക് ശേഷം, ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റ 3-ാമത്തെ വർഷമാണ് ആ വിവാഹം നടന്നത്. ഹിജ്റ 9 ആയപ്പോഴേക്ക് മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും വഫാത്താവുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ തോന്നിയില്ല, ഉസ്മാൻ എന്തോ ബർക്കത്ത് കമ്മിയുണ്ട്,
ഉസ്മാൻ എന്തോ പ്രയാസമുണ്ട്, നമ്മളൊക്കെ അങ്ങനെയാ പിന്നെ ചിന്തിക്കുക. 2 മക്കളെ കൊടുത്തു, ഇനി ഇവന് നീ കൊടുക്കേ, ഇനി അതിന് തയ്യാറാവുകയോ? നിങ്ങൾ നോക്കൂ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയുടെ ഖബറടക്ക ചടങ്ങ് നടന്നതിന്റെ ശേഷമതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തലയും തൂക്കിയിട്ടുകൊണ്ട് വേദന കടിച്ചമർത്തി ഇങ്ങനെ മഖ്ബറയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് അമ്മോശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് കാണുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാഴ്ച കാണുന്ന നേരത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു ചെന്നു, തോളിൽ തട്ടിയിട്ട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഉസ്മാൻ വിഷമിക്കരുത് ഉസ്മാൻ, ലൗ കാനത് ഇൻദനാ സാലിസ ലസവ്വജ്നാകഹാ യാ ഉസ്മാൻ, ലൗ കാനത് ഇൻദനാ സാലിസ, എനിക്ക് മൂന്നാമത്തൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് മൂന്നാമത്തൊരു മോൾ ഇന്ന് ഹയാത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ ലസവ്വജ്നാകഹാ യാ ഉസ്മാൻ, ഉസ്മാനെ നിനക്ക് തന്നെ നാം അവളെയും വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു. എനിക്ക് മൂന്നാമത്തൊന്നുകൂടി ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ അവളെയും നിനക്ക് തന്നെ വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ശകുനത്തിൽ വിശ്വാസമില്ല. അവിടുന്ന് ഈ ശകുനത്തിൽ വിശ്വസിച്ചിട്ടില്ല. അവിടുന്ന് ഖദറിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ നായകനാണ്, നേതാവാണെന്ന് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ വെച്ച് ഉറപ്പിക്കുന്നവരാണ് ഇന്നത്തെ മുസ്ലിം സമുദായം, അതല്ല പിഴച്ചുപോയ മാപ്പിള സമുദായം. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖദറിൽ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അത്രയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചിട്ടുണ്ട്, അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. ആ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സ്വജനപക്ഷപാതിയായിരുന്നു എന്നും അതുപോലെ തന്നെ സ്വജനപക്ഷപാതിയായിരുന്നു എന്ന് മാത്രമല്ല, ബൈത്തുൽ മാലിലെ പൊതു ഖജനാവിലുള്ള ലക്ഷക്കണക്കിന് ദീനാറുകൾ സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് അതാ അന്യായമായി വാരിക്കോരി കൊടുത്തയാളായിരുന്നുവെന്നും ആ പൊതു ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ വന്ന ആളുകളോട് കയർത്ത് സംസാരിച്ചയാളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുസ്തക പ്രസാധനാലയമായ IPH കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ട് ഇപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ അത് വിറ്റ് കാശാക്കുന്ന ജമാഅത്ത് നേതൃത്വവും അവരെ അംഗീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി വൃന്ദവും സഹോദരങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ സ്നേഹിച്ചവരോട് കയർത്ത് സംസാരിക്കുന്നത് ഈമാനിന്റെ ഏത് ഭാഗത്താണ്, ഈമാനിന്റെ എത്രത്തോളം ദൂരെയാണ് എന്ന് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അറിയണം ആ നിലക്കുള്ള പിഴച്ചുപോയ കക്ഷികളിൽ നിന്ന് പിഴച്ചുപോയ ആശയങ്ങൾ എന്താണെന്ന് തെര്യപ്പെടുത്തിയാലും പിൻവലിക്കില്ല ഞങ്ങൾ, തിരുത്തില്ല ഞങ്ങൾ എന്ന അഹങ്കാരത്തോടുകൂടി ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കക്ഷികളുടെ ഷർറിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ഗുരുതരമാണ് ഓരോന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ പറഞ്ഞു പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇങ്ങനെ ഖബറടക്കത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളുമായ ഉമ്മു കുൽസൂം ബീവിയുടെ വഫാത്തിന്റെ ഘട്ടത്തിൽ പ്രവാചകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നും ആ നിലക്കൊരു പ്രത്യേകമായ സംഭവമെന്ന് ഉണ്ടായി എന്നുമൊക്കെ ചരിത്രത്തിൽ തന്നെ ധാരാളം, ഇതേതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഖബറിൽ വെക്കുന്ന നേരത്ത്, ജനാസ ഖബറിലേക്ക് എടുത്തു വെക്കുന്ന നേരത്ത് എന്താണ് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് പറയുന്നു, ഇദാ വദഅതും മൗതാകും ഫിൽ ഖുബൂർ ഫഖൂലൂ ബിസ്മില്ലാഹി വഅലാ സുന്നത്തി റസൂലില്ലാഹ് ഔ അലാ മില്ലത്തി റസൂലില്ലാഹ്. രണ്ടായാലും വിരോധമല്ല. ബിസ്മില്ലാഹി വഅലാ സുന്നത്തി റസൂലില്ലാഹി എന്നോ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്നോ, അഥവാ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പ്രദായം അനുസരിച്ച്,
അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ചര്യയനുസരിച്ച് ഇതാ ഖബറിലേക്ക് വെക്കുന്നു എന്ന ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ വാചകം, ഒരു ദിക്ർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ അതാ പലരും പല രൂപത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു വരികയാണ്. പലരും പല രൂപത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് തോന്നിയത് അങ്ങോട്ട് ഉണ്ടാക്കുക. ചില ആളുകൾ ചില ദുആകൾ എഴുതി ഉണ്ടാക്കി, എന്നിട്ട് ആ ദുആ എഴുതി ഉണ്ടാക്കി കേൾക്കാൻ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരു കുഴപ്പമില്ലല്ലോ, ദിക്റാണ്, ഒരു കുഴപ്പമില്ല, ഒരു തകരാറുമില്ല. ഇത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു കള്ള ഹദീസ് ഉണ്ടാക്കി ചിലര്. വളരെയേറെ ദുർബലമായ ഒരു പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ ഈ മേൽ പറയപ്പെട്ട ദുആ, മൻ കതബ ഹാദ ദുആ, ഈ ദുആഇനെ ആരെങ്കിലും എഴുതിയാൽ, വജഅലഹു എന്നിട്ടതിനെ വെച്ചാൽ, ബൈന സദരിൽ മയ്യിത്തി, മയ്യത്തിന്റെ നെഞ്ചിന്റെയും വകഫനിഹി, അവന്റെ കഫൻ പുടവയുടെയും ഇടക്ക് വെച്ചാൽ, ഫീ റുഖഅത്തിൻ, ഒരു കഷ്ണം കടലാസിലോ അതല്ലെങ്കിൽ ഒരു കഷ്ണം തുണിയിലോ എഴുതി വെച്ചാൽ, ലം യനൽഹു അദാബൽ ഖബ്രി, അവന് ഖബർ ശിക്ഷ ബാധിക്കുന്നതല്ല പോലും. വലാ യറാ മുൻകറൻ ഔ നകീറാ, വലാ യറാ മുൻകറൻ വനകീറാ, മുൻകർ നകീറിനെ അവന് കാണേണ്ടി വരില്ല. ചോദ്യോത്തരത്തിന് വേണ്ടി വരുന്ന മുൻകർ നകീറിനെ കാണേണ്ടി വരില്ല. അവന് ഖബർ ശിക്ഷയില്ല. അതുകൊണ്ട് ഇതെഴുതിയിട്ട് കഫൻ പുടവയിലതാ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അവൻ ഇന്ന പുണ്യമുണ്ട് എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ പലരും പ്രചരിപ്പിച്ചു. വാസ്തവത്തിൽ അത് സഹീഹേ അല്ല, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം ഒരു നിലക്കും ആ ഹദീസ് സഹീഹായി വന്നിട്ടില്ല. ഒരു കാര്യം പുണ്യമോ ഭക്തിക്ക് യോജിച്ചതോ സൽക്കർമ്മങ്ങളിൽപ്പെട്ടതോ ആചാരങ്ങളിൽപ്പെട്ടതോ ആണെങ്കിൽ അത് കാണിച്ചു തരേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പ്രവാചകനിൽ നിന്നത് ശരിയായി വന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരം ഒരു സമ്പ്രദായം അനാചാരമാണ്. വേറെ ചില ആളുകൾ എന്ത് പറഞ്ഞു? അവര് പറഞ്ഞു, അതില് അള്ളാന്റെ പേരുള്ളതുകൊണ്ട് അതിങ്ങനെ നെഞ്ചത്ത്, ഇങ്ങനെ മയ്യത്തിന്റെ നെഞ്ചത്തും കഫം പുടവിയിലും വെച്ചാല് 2-3 നാൾക്കകം ഇത് ചിലതൊക്കെ പൊട്ടി ആകെ ഖബറിൽ മാലിന്യം നിറഞ്ഞ് ഈ അള്ളാന്റെ പേര് നജസിനോട് ചേരുമല്ലോ, അതുകൊണ്ടാണത് വേണ്ടാന്ന് പറയുന്നത് എന്ന് ന്യായവും പറഞ്ഞിട്ട് ചിലര് പറഞ്ഞു, അള്ളാന്റെ പേരൊന്നും എഴുതാതെ വേറെന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഒരു പ്രത്യേകമായ ശീലയിൽ എഴുതിയിട്ട് അത് ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ തുളച്ചിട്ട് മയ്യത്ത് തിരിഞ്ഞു കിടക്കുന്ന ആ മുഖത്തിന്റെ ഭാഗത്തേക്കുള്ള ഖബറിന്റെ ഭിത്തിയിൽ ഇങ്ങനെ തുളച്ചിങ്ങനെ തൂക്കിയിടുക, കലണ്ടറൊക്കെ തൂക്കിയിടും പോലെ. മഅദല്ലാഹ്. നമ്മുടെയൊക്കെ നാടുകളിൽ അത് അറിയപ്പെടുന്നത് മുഖത്തെഴുത്ത് എന്നാണ്. നിങ്ങളൊക്കെ നാടുകളിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇന്നുണ്ട്. മുഖത്തെഴുത്ത് എന്നാ പറയാ. മുഖത്തെഴുത്ത് എന്നൊക്കെ ഞാൻ നല്ല മലയാളം പറഞ്ഞതാ. മോത്തെഴുതുക എന്നാ പറയാ. മോത്തെഴുതുക. അത് ജനാസ പള്ളിയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നിശ്ചയിക്കപ്പെട്ട, അതിന്റെ കൈമടക്കിന് നിശ്ചയിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരുണ്ട് വരും, അതിമൊന്നൊരു കത്രിക കൊണ്ട് ഒരു കഷ്ണം മുറിച്ചെടുക്കും. ചിലയിടത്ത് മൂപ്പരിക്ക് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് കഫം പുടവീത്തൊന്നൊരു കഷ്ണം അവിടെ വെച്ചിട്ടുണ്ടാവും. മൂപ്പർ അതൊന്നും ഇങ്ങോട്ട് പൊക്കിയിട്ട് അത് എടുത്തു കൊണ്ടോല. എന്നിട്ട് മിമ്പറിന്റെ മെഹ്റാബിന്റെ ഒക്കെ ഭാഗത്ത് പള്ളിയിൽ പോയി കുത്തിട്ട് മൂപ്പര് സ്വകാര്യ എഴുതൽ കുറേ എഴുതും. എന്താ എഴുതുന്നത്? ഇലാഹിഹാ അനല്ലാസി ഖലിയൻ മിനൽ ഇഹ്സാനി ഹവിൻ ലിൽ മസാവി ഫലാ ഫിഇലി لأقوالي مناسب ولا قولي لأفعالي مساوي
كذوبا خائنا لم أوفي عهدا ولم أصدق بمضمون الدعاوي فسامح مذنبا وارحم ضعيفا وأنس موحشا في القبر ثاوي فقد عودتنا السراء فضلا وعنا أنت للضراء زاوي لنا معروفك المعروف بحر به العطشان للغفران راوي فإن تغفر فأنت لذاك أهل وإلا فالعقوبة من مساوي. നല്ല അർത്ഥവത്തായ വരികളാണ്, നല്ല അർത്ഥവത്തായ പദ്യങ്ങളാണ്. എന്താണ് ഇതിൽ പറയുന്നതെന്നോ? ഒരാൾ എഴുതി വെച്ച ചില പദ്യങ്ങളാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഇലാഹി, എൻ്റെ ഇലാഹേ, ഹാ അനല്ലാസി ഖലിയം മിനൽ ഇഹ്സാനി ഹവിൻ ലിൽ മസാവി. ഞാനിതാ എല്ലാം ദോഷം കൊണ്ട് നിറഞ്ഞവനാണ്, എന്നിൽ നന്മകളൊന്നുമില്ല. അല്ലാ, എൻ്റെ വാക്കെൻ്റെ പ്രവൃത്തിയോട് യോജിച്ചിട്ടില്ല, എൻ്റെ പ്രവൃത്തി എൻ്റെ വാക്കിനോടും യോജിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ കളവ് പറഞ്ഞ് നന്നായി കളവ് പറഞ്ഞവനാണ്, വഞ്ചന നടത്തിയവനാണ്, കരാറ് പാലിച്ചിട്ടില്ലാത്തവനാണ്, പറഞ്ഞതൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തവനാണ്. അതുകൊണ്ട് ഫസമിഹ് മുദ്നിബൻ വർഹം ദഈഫാ വഅനിസ് മുഹിഷൻ ഫിൽ ഖബ്രി സാവി. എൻ്റെ പാപങ്ങളൊക്കെ പൊറുത്തു തരണേ, ഈ ദുർബലനോട് പൊറുക്കണേ, ഈ ദുർബലനോട് അനുഗ്രഹിക്കണേ, എൻ്റെ ഖബറിലുള്ള എൻ്റെ ഏകാന്തതക്ക് നീ കൂട്ടിനുണ്ടാകണേ, എനിക്ക് ആശ്രയം നൽകണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലുൻ വഇല്ലാ ഫൽ ഉഖബതു മിൻ മസാവി. നീ പൊറുത്തു തരികയാണെങ്കിൽ നീ അങ്ങനെ പൊറുക്കാൻ ഏറ്റവും കടമപ്പെട്ടവനാണല്ലോ, നീ നന്നായി പൊറുക്കുന്നവനാണല്ലോ. അതേ അവസരത്തിന് അതല്ല നീ ശിക്ഷിക്കുകയാണെങ്കിൽ അതും നിന്റെ നീതിയിൽപ്പെട്ടതാണ്. ഞാൻ പാപം ചെയ്തതിനാണല്ലോ, എനിക്കതിലും പരാതിയില്ല, പക്ഷേ പൊറുത്തു തരണേ എന്നിങ്ങനെ ഏതോ ഒരു മനുഷ്യനതാ അദ്ദേഹത്തിന്റെ വിഷമം സങ്കടം ജീവിതകാലത്ത് എഴുതി വെച്ചതാണ്. ആ വരികൾ ചില ആളുകൾ എന്ത് ചെയ്തു? കടമെടുത്തുകൊണ്ട് അതിങ്ങനെ ഒരു തുണിയിൽ പ്രത്യേകമായി മഷിയിൽ അങ്ങനെ എഴുതിയിട്ട് അതാ ജനാസയിൽ ഖബറിന്റെ കൂടെ വെക്കുക, ഖബറിലേക്ക് ജനാസയുടെ കൂടെ വെക്കുകയാണ്. ഖബറടക്കുന്ന വ്യക്തി അത് ഖബറിൽ നിന്ന് കെട്ടഴിച്ചിട്ട് ആ ശീലമേലൊരു കൊള്ളിക്കമ്പ് കൊണ്ട് ഒരു തുളയുണ്ടാക്കിയിട്ട് ഖബറിന്റെ ഭിത്തിയിൽ മുഖത്തോട് ചേർത്ത് തൂക്കിയിടുന്നു. ഇത് ഇസ്ലാമല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നൊരു മാർഗമല്ല. ഓരോരുത്തരും എന്തൊക്കെയാ സമുദായത്തിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറെ നല്ല വരി നല്ല പദ്യമാണ്. എന്നാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്നൊക്കെ ഇതിൽ ഖബറിൽ അങ്ങനെ തൂക്കിയിട്ടാൽ പോരെ? നമ്മുടെ ഖുർആൻ കുഞ്ഞാൽ കൊണ്ടുവച്ചാൽ പോരെ? ഖുർആൻ തന്നെ കൊണ്ടുപോയി തൂക്കി വെക്കുക, അല്ലെങ്കിൽ കുറേ ദുആന്റെ പുസ്തകങ്ങളും ഒക്കെയാണ് കൊണ്ടുപോയി വെക്കുക. ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? ഒരടിസ്ഥാനമില്ല. എനിക്ക് ഞാൻ വിചാരിക്കുക എനിക്ക് നല്ലതാന്ന് തോന്നണം ഞാൻ ചെയ്യുക. ഒരു തങ്ങൾ മരിക്കുമ്പോൾ അവിടെ കൂടിയ ആൾക്കാർക്ക് എന്താ നല്ലത് തോന്നി അവർ ചെയ്യുക. വേറെ സമുദായത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ വേറെ കുറേ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നിയത് അവർ ചെയ്യുക. വേറെ ചില സ്ഥലത്ത് കാണുന്നത് സിൽസില വെക്കലാണ്. എന്താ ഈ സിൽസില എന്ന് പറഞ്ഞ അർത്ഥം? സിൽസില എന്ന് പറഞ്ഞാൽ ചങ്ങല, പരമ്പര. എന്താ പരമ്പര? എൻ്റെ ഷെയ്ഖ് ഇന്നാൾ, അത് തരീക്കത്തിൻ്റെ ആൾക്കാരാ ചെയ്യുക. എൻ്റെ ഷെയ്ഖ് ഇന്നാൾ അങ്ങനെ ആരുടെ തരീക്കത്തിലേക്കാ ചെന്ന് മുട്ടുന്നത് എന്ന് വരെയുള്ള പരമ്പര എഴുതി വെക്കും. എന്നിട്ട് അതൊരു കുപ്പിയിലാക്കിയിട്ടാ വെക്കുക. ആ കുപ്പിക്ക് കോർക്കിടുക സാധാരണ കോർക്കല്ല, കരിക്കട്ട കൊണ്ട് കോർക്കിടും. അതിനാ കരിക്കട്ട കൊണ്ട് കോർക്കിടുന്നത്. ഒരു കാലത്തും ഇതിൻ്റെ അകത്തേക്ക് ചെതല് പ്രവേശിക്കാൻ പാടില്ല. കരിക്കട്ട ചെതല് തിന്നൂല എന്ന് പറയപ്പെടുന്നു. എനിക്കറിഞ്ഞൂടാ, എന്തോ ആവട്ടെ അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ഇതിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കരിക്കട്ട. എന്നിട്ടോ മുൻകർ നക്കീർ വന്ന ആദ്യം കോർക്കല്ല തുറക്കുന്നത്. തുറന്നെടുത്ത് നോക്കുക, മൊയ്ദി ഷെയ്ഖിന്റെ ആളാ, ജീലാനി തരീക്കത്തിന്റെ ആളാ. പിന്നെ ജീലാനി തരീക്കത്താ അല്ലെങ്കിൽ മറ്റേ അലി റിഫായി തരീക്കത്താ എന്നാ പിന്നെ ചോദ്യമൊന്നുമില്ല. പിന്നെ മുൻകർ നക്കീറിനും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ചിലപ്പോൾ അഥവാ ചോദ്യം ചോദിച്ചാൽ തന്നെ മിണ്ടൂല. മിണ്ടിയില്ലെങ്കിൽ അടിക്കും.
അടിക്കുമ്പോ പിന്നെ വടി തെറിക്കും, വടി കാണാതാവും, വടി തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അവസാനണ്ട് അർശിന്റെ ചോട്ടിൽ മൊയ്തീൻ ഷെയ്ഖ് കടന്ന് വിശ്രമിക്കുന്നു. അവിടെ പോയിട്ട് പരാതി പറഞ്ഞോന്ന് അള്ള പറയണേ. മൊയ്തീൻ ഷെയ്ഖിനോട് മുൻകർ നക്കീറും പോയിട്ട് പരാതി പറഞ്ഞിട്ട് നീ സമ്മതിക്കൂലേ, നിങ്ങളെ മുരീദാണെങ്കിൽ നമ്മൾ ചോദ്യമൊന്നും ചോദിക്കൂലേ എന്നും പറഞ്ഞിട്ട് വടി തിരിച്ചു വാങ്ങുന്നു. ഇത്തരം കള്ളക്കഥകൾ എഴുതി വെച്ച പാളക്കിതാബുകളിൽ വിശ്വസിക്കാനും ഈ സമുദായത്തിൽ ആളുകൾ ഉണ്ടായി എങ്കിൽ എവിടേക്കാണ് സമുദായമേ, സഹോദരന്മാരെ, ഈ സമുദായം പോകുന്നത്? മുൻകറിനെ കീറോടി എൻ്റെ മുരീദിനെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ. മുൻകർ നക്കീറിനോട് പണ്ടേ മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് പോലും, എൻ്റെ മുരീദിനെ പേടിപ്പെടുത്തി പോകരുത്, എൻ്റെ മുരീദ് പേടിക്കുന്നവർ ചോദ്യം ചോദിച്ചു പോകരുത്. ഒരിക്കൽ അങ്ങനെ ആ ഒരു പ്രത്യേകമായ നിർദ്ദേശത്തിന് എതിര് വന്നതുകൊണ്ടാവാം ഒരിക്കൽ മുൻകർ നക്കീർ ചോദിച്ചു പോലും, മൻ റബ്ബുക, നിന്റെ റബ്ബാരടോ എന്ന ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരം ഒന്നുമില്ല. പിന്നെയും ചോദിച്ചു, നിന്റെ റബ്ബാരി? ഇയാൾ മറുപടി എന്ത് ചോദിച്ചാലും യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഉത്ബിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികേടില്ലേ സമുദായം ചെയ്യുന്നു. മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാഹ് മഹാനവറുകളെ 1000 വട്ടം വിളക്കൂതിയിട്ട് 1000 വട്ടം ശൈഖ് ജീലാനിയോട് ശരണം തേടുന്ന കുത്തുബിയത്ത് എന്ന് പറയുന്ന ക്ഷുദ്രകൃതി പാരായണം ചെയ്യുന്ന മുസ്ലിം പേരുള്ള മാപ്പിളമാരില്ലേ, ആ മെമ്പർമാർക്ക് ആശ്വാസം പകരാനുണ്ടാക്കിയ കള്ളക്കഥയാണിത്. നിങ്ങളെ എവിടെയും സഹായിക്കാൻ ഞാൻ ഉണ്ടാകും, നിന്നെ എവിടെ സഹായിക്കാനും ഞാൻ ഉണ്ടാകുന്നാണ്. മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖാ ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എൻ്റെ മുരീദേ, നീ എന്നെ മുറുകെ പിടിച്ചോ. ഫഅഹ്മീക ഫിദ്ദുനിയാ, നിന്നെ ഞാൻ ദുനിയാവിലും കാത്ത് രക്ഷിക്കുന്നതാണ്. നിന്നെ ദുനിയാവിൽ മാത്രമല്ല, ഫഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിലും നിന്നെ സഹായിക്കാൻ, നിന്നെ കാത്ത് രക്ഷിക്കാൻ ഞാൻ ഉണ്ടാകും. അങ്ങനെ മുൻകർ നക്കീർ വന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഇയാൾ എന്ത് ചോദിച്ചാലും മൊയ്തീൻ ഷെയ്ഖിന്റെ പേരാ പറയണേ. റബ്ബാരിന്ന് ചോദിച്ചാൽ ആ പേരെന്നെ, റസൂലാരി ചോദിച്ചാൽ ആ പേരെന്നെ, എന്ത് ചോദിച്ചാലും ഈ പറയുന്ന ആള് ഇതന്നെ പേര്. സർവീസിനടക്ക പരിചയമില്ലാത്ത ചോദ്യ ഉത്തരവും. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ പ്രിയപ്പെട്ട സമുദായത്തെ ഓർത്ത് നമുക്ക് കരയാനല്ലാതെ എന്തിനാ യോഗം പ്രിയപ്പെട്ടവരെ? എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കുന്ന ഖൗമ് സുന്നത്ത് ജമാഅത്തിന്റെ ഏമാന്മാരല്ലേ? അവർ ഈ സമുദായത്തിലെ ഹോജമാരല്ലേ? അവർ ഈ സമുദായത്തിലെ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നേതാക്കളായിട്ട് അവരോധിക്കപ്പെട്ടവരല്ലേ? അന്ത്യനാളിന്റെ ലക്ഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യാജന്മാർ സത്യസന്ധന്മാരായി മുദ്ര കുത്തപ്പെടുന്ന ഒരു കാലത്ത് അന്ത്യനാൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ, കള്ളന്മാര് സത്യസന്ധന്മാരായിട്ട് മുദ്ര കുത്തപ്പെടുന്ന ഒരു കാലം വരുമ്പോ നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിച്ചോളൂ എന്ന്. അതല്ലേ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ കുത്തിനിറച്ച പാളക്കിതാബുകളിൽ വിശ്വസിക്കുന്ന ആളുകൾ. എന്നിട്ടോ ആ ചോദ്യം ഇതിങ്ങനെ കേട്ടപ്പോ ദേഷ്യം പിടിച്ചിട്ടാണ് മലക്ക് അടിക്കാൻ മിളറബ് ഓങ്ങിയിരുന്ന. ഓങ്ങിയ ഉടനെ പിന്നെ വടി കാണാനല്ല. അവരുടെ സർവീസിനടക്കം പരിചയമില്ലാത്ത കാര്യം വടി കാണാനല്ല. അള്ളാന്റെ അടുക്കൽ പോയി പരാതി പറയാണ് പോലും മുൻകറും നക്കീറും. അള്ളാന്റെ അടുക്കൽ പോയി പരാതി പറയുന്നു. ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതെന്റെ ഒരു പ്രിയപ്പെട്ടയാളുണ്ട്, ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ. അദ്ദേഹം ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ടാകും, അദ്ദേഹത്തെ സമീപിക്കൂ. ശൈഖ് ജീലാനിയെ സമീപിക്കുന്നു. എൻ്റെ മുരീദിനോട് ഇനി എൻ്റെ മുരീദാണെന്ന് ബോധ്യമായാൽ ഇനി ഇത്തരം ചോദ്യങ്ങൾ വേണ്ടതില്ല എന്ന് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ വടി തിരികെ കിട്ടുന്നു. പ്രിയപ്പെട്ട സമുദായമേ, ഇതും വിശ്വസിക്കാൻ ആളുണ്ടല്ലോ നമ്മുടെ സമുദായത്തിൽ. അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ചിലരൊക്കെ ഇപ്പോഴും പറയും, നിങ്ങൾക്ക് ഈ മാലി മൗലൂദൊക്കെ തന്നെ പറയാൻ നേരുള്ളൂ അല്ലേ, നിങ്ങൾക്ക് ഇത് തന്നെ പറയാൻ നേരുള്ളൂ അല്ലേ? മരണം വരെ പറഞ്ഞാലും അള്ളാഹുവിന്റെ ഈ ദീനിനെ വികലമാക്കുന്നവർക്കെതിരെയുള്ള സംസാരം നിർത്താൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, അന്ധവിശ്വാസത്തിൽ ഈ സമുദായത്തെ തളച്ചിടുന്ന നേതാക്കന്മാരെ, അത്തരത്തിലുള്ള ആളുകളെ സമുദായത്തിന്റെ മുമ്പിലേക്ക് തൊലി വിരിച്ച് കാണിക്കുന്നത് ഏറ്റവും വലിയ ജിഹാദായി കാണുന്നവനാണ്, ഏറ്റവും വലിയ ജിഹാദായി കാണേണ്ടവരാണ്.
മുസ്ലിം സമുദായത്തിലെ ആളുകളെന്ന് മനസ്സിലാക്കണം. ചിലർക്കൊക്കെ അത് വേദനയാണ്, ചിലർക്കൊക്കെ അതിനോട് പുച്ഛമാണ്, ചിലർക്കൊക്കെ അതിനോട് പരിഹാസമാണ്, ചിലർക്കൊക്കെ ഇത്തരം പ്രസംഗങ്ങളോട് വളരെ മോശമായ സമീപനമാണ്. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ജനസ്തുതിയും മുഖസ്തുതിയും പറയാനോ കിട്ടാനോ കേൾക്കാനോ അല്ലല്ലോ നമ്മളാരും ദഅവത്ത് നടത്തുന്നത്. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി സംസാരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എളിയവരായി നമുക്കൊക്കെ ഭാഗ്യം കിട്ടണമെന്ന ഉദ്ദേശശുദ്ധി കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ജനവികാരത്തെ മാനിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ജനവികാരത്തിന് വേണ്ടി നമുക്ക് പ്രസംഗിക്കാമായിരുന്നു. നമ്മുടെ ലക്ഷ്യം ജനവികാരമല്ല, ജനങ്ങളല്ല, ലില്ലാഹ്, അള്ളാഹുവാണ് എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം. അതാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ നിലക്കുള്ള ഈ രൂപത്തിലുള്ള ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ ഈ സമുദായത്തിൽ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സിൽസില എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ എഴുതി വെക്കുന്ന ഒരു സമ്പ്രദായം ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ എന്താ ഉള്ളത്? വേറെ ചില സ്ഥലങ്ങളിലുള്ളത് മണ്ണ് മന്ത്രിച്ചൂതിയിട്ട് കബറിൽ കൊടുക്കുന്നു. മണ്ണ് മന്ത്രിച്ചൂതിയിട്ട് കബറിൽ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടില്ല, ഒരു ചാനൽ സംപ്രേഷണം ചെയ്തു പോലും ഞാൻ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടവരെന്നോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ പേരുള്ളവർ തങ്ങൾ മരിച്ചപ്പോൾ ആ തങ്ങളുടെ ജനാസ സംസ്കാര ചടങ്ങിൽ കൂടിയിട്ടുള്ള തങ്ങന്മാര്, ചില പണ്ഡിതന്മാരൊക്കെ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഓരോരുത്തര് അതിലിങ്ങനെ മന്ത്രിച്ച് മറ്റേയാൾക്ക് കൈമാറി, അടുത്തയാൾക്ക് മന്ത്രിച്ച് കൈമാറി, അങ്ങനെ കുറെ തങ്ങന്മാര് പ്രധാനപ്പെട്ടവരൊക്കെ ഊതിയിട്ട് ആ കബറിലേക്ക് മണ്ണ് കൊടുത്തിട്ട് ആ മണ്ണ് കബറിൽ വെക്കുകയുണ്ടായി എന്ന് ആ രംഗം ചാനലുകളിലൂടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ചില ആളുകൾ വിളിച്ച് ഈ ഉള്ളവനോട് പറയുകയുണ്ടായി, പ്രിയപ്പെട്ടവരെ, ബിദ്അത്താണത്, അനാചാരമാണത്, ആരുടെ പേരിലും അത് ചെയ്യാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അതൊക്കെ സമുദായത്തിൽ ഓരോരുത്തരുണ്ടാക്കിയതാണ്. ചിലരൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? ഖബറിന്റെ ഉള്ളിൽ നിന്ന് അല്പം മണ്ണെടുത്ത് അതിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന സൂറത്ത് ഓതി മന്ത്രിച്ച് ആ മണ്ണ് കഫന്റെ താഴെ നെഞ്ചിൽ വെക്കൽ പുണ്യമുള്ളതാണ്. ആരാടോ ഈ പുണ്യം പഠിപ്പിച്ചത്? ആരാണോ ഈ പുണ്യം പഠിപ്പിച്ചിരുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു പുണ്യകർമ്മം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബിമാർക്ക് അറിയാമായിരുന്നു. അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു കർമ്മം പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യേകമായി നിശ്ചയിക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതുപോലെ തന്നെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഈ ദീനില്ലാത്ത ആരെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അതും തള്ളണം, കൊണ്ടുവന്നവനെയും തള്ളണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ണ് ഇന്നാൻസൽന മണ്ണ് വാരിയിട്ട് ഇന്നാൻസൽന ഓതി മന്ത്രിച്ചിട്ടത് ഖബറിൽ അല്ലെങ്കിൽ കഫംപുടവയിൽ അല്ലെങ്കിൽ നെഞ്ചത്ത് വെക്കുക, എന്നിട്ട് അത് പുണ്യാണെന്ന് പറയാ, ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇസ്ലാമിലുണ്ടെങ്കിൽ അതൊക്കെ മുൻ തലമുറ അഥവാ വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി സ്വഹാബത്ത് അത് ചെയ്ത് കാണിച്ചു തരും. അവരിൽ ഒന്നും ആ നിലക്കുള്ള ഒരു റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധ്യമല്ല. സ്വഹീഹായ നിലക്ക് ഇസ്ലാം എന്ന് പറയുന്നത് പ്രമാണബദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള ചടങ്ങുകളും പ്രവർത്തനങ്ങളുമൊക്കെ പലരും ചെയ്യാറുണ്ട്. അതൊക്കെയും അനാചാരങ്ങളാണ്. ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിവരിക്കുവാനുണ്ട്. അർഹമർ റഹീമീനായ നാഥൻ നേര് പറയാനും നേര് ശ്രവിക്കാനും നേരനുസരിച്ച് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.